ഹലോ ഗൈസ്, ചെമ്പനീർ പൂവ് പുത്തൻ പ്രൊമോ വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ പുതിയ പ്രൊമോയില് നമ്മുടെ രേവതി രാവിലെ ആ വീട്ടുമുറ്റത്തിരുന്ന് ഇങ്ങനെ പൂ കെട്ടുവാട്ടോ. അപ്പൊ ഭയങ്കര തളർന്നിരുന്ന് കെട്ടുവാണ്. അപ്പൊ സച്ചി നോക്കുമ്പോൾ നമ്മുടെ രേവതിക്ക് കൊട്ടപ്പനി കേട്ടോ. അങ്ങനെ നമ്മുടെ രേവതിനെ നമ്മുടെ സച്ചി മുറിയിൽ കൊണ്ടുപോയി കിടത്തുന്നുണ്ട്. ലാസ്റ്റ് നമ്മുടെ ശ്രുതി ഷോപ്പൊക്കെ പൂട്ടി തിരികെ മുറിയിലേക്ക് വരുമ്പോൾ ദാ കട്ടില് നമ്മുടെ രേവതി കിടക്കുന്നു. അങ്ങനെ നമ്മുടെ ചന്ദ്രമതിയെ വിളിച്ചിട്ട് നമ്മുടെ ശ്രുതിയും കൂടെ അതൊരു വലിയ സീനാക്കുന്നുണ്ട്. ഞാൻ പണിയെടുത്ത് തളർന്നു വന്നിരിക്കുകയാണ്, എനിക്കൊന്ന് കിടന്നുറങ്ങണം, ഇവളെ എടുത്ത് ഈ കട്ടിലിൽ നിന്ന് മാറ്റമേ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സീനാണ്. ലാസ്റ്റ് ചന്ദ്രമതി നമ്മുടെ രേവതിനെ കുത്തിപ്പൊക്കി അവിടെ നിന്ന് എണീപ്പിച്ചു വിടുന്നുണ്ട്. അപ്പൊ നമ്മുടെ അച്ഛൻ നമ്മുടെ രവീന്ദ്രൻ വന്നിട്ട് പറയുന്നുണ്ട്, രേവതി മോളെ, ഇന്നൊരു ദിവസത്തേക്ക് നീ ചന്ദ്രമതിയുടെ കൂടെ മുറിയിൽ കിടന്നോ എന്ന് പറയുകയാണ്. അങ്ങനെ മൊത്തത്തിൽ കാര്യങ്ങൾ മറിയുവാട്ടോ. താൻ കുഴിച്ച കുഴിയിൽ താൻ തന്നെ വീണെന്നുള്ള അവസ്ഥയില്ല. അതാണ് പിന്നെ നമ്മുടെ ചന്ദ്രമതിക്ക് ഉണ്ടായത്. ചന്ദ്രമതിയുടെ മുറിയിൽ രേവതിയും ശ്രുതിയും ഇവര് മൂന്നുപേരും കൂടെ ആട്ടെ. രേവതി അടിയിൽ പായ വിരിച്ച് കിടക്കുന്നു, ശ്രുതി നമ്മുടെ ചന്ദ്രമതിക്കൊപ്പം കട്ടിൽ കിടക്കുന്നു. ഇപ്പുറത്താണെങ്കിൽ നമ്മുടെ ശ്രുതിയും സച്ചിയും അച്ഛനും കൂടി ഒരു മുറിയിൽ. അങ്ങനെ ഫുൾ ഫൺ ആട്ടോ പിന്നെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഭയങ്കര രസകരമായിട്ടുള്ള നിമിഷങ്ങളാണ്. അപ്പൊ നമ്മുടെ ശ്രുതിക്കാണെങ്കിൽ ഈ മറ്റുള്ളവരുടെയൊക്കെ കൂർക്കം വലിയൊക്കെ കേട്ടിട്ട് അങ്ങനെ ഉറക്കാനും പറ്റുന്നില്ല. ശ്രുതിക്കും അങ്ങനെ തന്നെ. നമ്മുടെ ചന്ദ്രമതി ഭയങ്കര കൂർക്കം വലിയാട്ടോ. അത് കേട്ടിട്ട് നമ്മുടെ ശ്രുതിക്ക് ഉറക്കം വരുന്നില്ല. അപ്പൊ ശ്രുതി പോയി വേറൊരു ഹോളിൽ പോയി കിടക്കുന്നുണ്ട് ഒറ്റയ്ക്ക്. അപ്പൊ നമ്മുടെ ശ്രുതിയും ഇവരുടെയൊക്കെ സൗണ്ട് കേട്ടിട്ട് പറ്റാഞ്ഞിട്ട് ശ്രുതിയും പോയി നമ്മുടെ ശ്രുതിയുടെ അടുത്ത് ഇങ്ങനെ ഹോളിൽ പോയി കിടക്കുന്ന ഒരു നിമിഷങ്ങളാട്ടോ ഏറ്റവും ഒടുവിൽ കാണുവാൻ സാധിക്കുന്നത്. അങ്ങനെ ഭയങ്കര രസകരമായിട്ടുള്ളൊരു നിമിഷങ്ങളാട്ടോ. കാത്തിരുന്ന് തന്നെ കാണാം. അപ്പം അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.